വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹവും ആകാംക്ഷയും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, എൻ്റെ മോണിറ്റൈസേഷൻ ആയോ, എത്ര സബ് ആയപ്പോഴാണ് ആയത്, പൈസയൊക്കെ എത്ര കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പം അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കുറച്ചുകൂടെ വീഡിയോസൊക്കെ ഇടാനെ കൊണ്ടാണെങ്കിലും ഒക്കെ ഒരു 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 ഇൻസ്പിറേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനെ കൊണ്ട് ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. കാരണം വ്യൂസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോസ് കാണാനെ കൊണ്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും ഒരു തെറ്റിദ്ധാരണയാണ്, ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം തന്നെ നമുക്ക് പൈസ കിട്ടി തുടങ്ങും എന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിലവിൽ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ഒരുപാട് കാണും. ഈവൻ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിന് എന്താ പ്രയോജനം, പൈസ ഒക്കെ വല്ലതും കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നതിനകത്ത് എന്താ ഒരു ബെനിഫിറ്റ് ഉള്ളത്, പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ. അന്നേരമൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഒരു ആത്മസംതൃപ്തി അത്രയേ ഉള്ളൂ, വീഡിയോസൊക്കെ ഇടുന്നതിനകത്ത് അത്രേ കാണുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സും അതുപോലെ 3000 വാച്ചിങ് അവേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ കൊണ്ട് പറ്റും. അപ്പോൾ ഈ 3000 വാച്ചിങ് അവേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് ഇട്ട് ചില ആൾക്കാർ വർഷങ്ങളോളം, എന്നെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളോളം 2-3 വർഷമായി കാണും ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നില്ലായിരുന്നു. ഈ ഒരു വർഷകാലമായിട്ടാണ് ഞാൻ ഒരു കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് തുടങ്ങിയത്. എന്നിരുന്നാൽ പോലും റീൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ലോങ് വീഡിയോസ് ഭയങ്കര കുറവാണ്. കാരണം എനിക്ക് അങ്ങനെ ടോപ്പിക്കുകൾ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഷോർട്സ് വീഡിയോസ് ആകുമ്പം കോമഡി വീഡിയോസാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോ ഒത്തിരി അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും അങ്ങനെ വലിയ വ്യൂസ് കാര്യങ്ങളൊന്നും ആ ഒരു വീഡിയോസിനകത്തൊന്നും കിട്ടാറില്ല. പക്ഷെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിന് ഒരു 100K വ്യൂസ് കിട്ടിയിരുന്നു. അപ്പം ആ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്ക് കയറിയ വാച്ചിങ് അവേഴ്സ് എന്ന് പറയുന്നത് 1.8K ആണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് 3K ആണ് വാച്ചിങ് അവേഴ്സ് വേണ്ടുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയോ 2 വീഡിയോയോ 3 വീഡിയോയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസയൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇത്രയും വാച്ചിങ് അവേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള, ചില ലക്കുള്ള ആൾക്കാർ, ലക്കുള്ള വീഡിയോസ് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ അങ്ങ് വൈറലായി പോവും. ചിലപ്പോൾ നല്ല വീഡിയോസിന് പോലും നല്ല വ്യൂസ് കിട്ടാതെ വരും. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. ചിലവ് എന്തോ നിട്ടെന്ന് പറഞ്ഞാലും അതിന് ഭയങ്കര വ്യൂസ്, ലൈക്ക്, ഷെയർ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് എന്തോ കണ്ടിട്ടാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചില ആൾക്കാർ നല്ല നല്ല വീഡിയോസ് ഇട്ടാലും അതിന് വേണ്ടുന്നത്ര വ്യൂസോ ലൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഇപ്പം 1K സബ്സ്ക്രൈബേഴ്സും 3000 വാച്ചിങ് അവേഴ്സും നമുക്കിതിന് വേണം. ഇപ്പം 10K സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാർ കാണും, മോണിറ്റൈസേഷൻ എലിജിബിൾ ആവാത്ത ആൾക്കാർ കാണും. കാരണം എന്താണ്, അവരുടെ വീഡിയോയ്ക്കൊന്നും വ്യൂസ് കാണത്തില്ലായിരിക്കും, വാച്ചിങ് അവേഴ്സ് കാണത്തില്ലായിരിക്കും.
അപ്പോൾ നമുക്ക് ഇപ്പൊ 1K ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് എനിക്ക് ഇതുവരെ ആയിട്ടില്ല. കാരണം എൻ്റെ വീഡിയോയ്ക്കൊന്നും അത്രമാത്രം വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. ആകെ ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയ്ക്ക് അത്രയും വ്യൂസ് കയറി. കണ്ടിന്യൂസ് ചിലപ്പോൾ അത്രയും വ്യൂസ് കാര്യങ്ങളൊക്കെ കയറുമായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് മോണിറ്റൈസേഷന് എലിജിബിൾ ആയേനെ. പക്ഷെങ്കിൽ ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് മാത്രമേ അത്രയും വ്യൂസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 1.8K വാച്ചിങ് അവേഴ്സ് കയറിയത് കുറേ വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൗൺ ആയി. അപ്പോൾ ഇനി അത് കയറി വരിക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല, നല്ല നല്ല കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പം എപ്പോഴെങ്കിലും ആകുമല്ലോ. അപ്പം എങ്ങനെ എൻ്റെ കാര്യം ഇങ്ങനെ അറിയാനെ കൊണ്ട് താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരിങ്ങനെ ചോദിച്ചതിനുള്ള മറുപടിയായിട്ടാണ് എനിക്ക് പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എൻ്റെ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്കിപ്പോൾ 1.6K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാച്ചിങ് അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാനെ കൊണ്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു 1K ഇത്രയും സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവേഴ്സും ആയ ആൾക്കാരാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് പൈസയൊന്നും കിട്ടി തുടങ്ങത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ചിലപ്പം ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് 3, 4, 5, 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇൻകം വന്നു തുടങ്ങിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വ്യൂസിലാണ്. അപ്പം മാക്സിമം നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് ശ്രമിക്കാം. ഇപ്പം ബിഗിനേഴ്സ് ഒരുപാട് ആൾക്കാർ കാണും. അതുപോലെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടുന്ന എന്നെ പോലുള്ള ആൾക്കാരും കുറേ ആൾക്കാർ കാണും. അപ്പം അവർക്കെല്ലാവർക്കും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പം ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളുടെ സമയം വരും എന്ന വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.